ഹായ്, അപ്പോൾ നമ്മളുടെ 10 ഗോൾഡൻ റൂൾസിലെ 9ാമത്തെ പോയിന്റാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് ഹെൽത്തി റുട്ടീൻ. നിങ്ങൾ ഈ പറയുന്ന നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് പഠിച്ചു, നന്നായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്തു, എല്ലാം ചെയ്തു. ബട്ട് നിങ്ങളുടെ ഹെൽത്തും അതേപോലെ തന്നെ നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി നോക്കിയില്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് ഓൾസോ അഫക്ട്സ് യുവർ എക്സാം. നമ്മളെല്ലാവരും പ്രിപ്പയർ ചെയ്യുന്നത് ലാസ്റ്റുള്ള ആ നീറ്റ് എക്സാം, അതായത് 3 hours 20 minutes ആ എക്സാമിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അത്രയും കാലം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് ക്യാൻ അഫക്റ്റ് അവർ നമ്മളുടെ ഫ്യൂച്ചർ ജേണി. ഇതിൽ കുറേ കുട്ടികൾ ചെയ്യാൻ സാധ്യതയുള്ള കാര്യങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഉറക്കം കോംപ്രമൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഉറക്കം ഒരു കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, കോംപ്രമൈസ് ചെയ്യരുത്. നിങ്ങൾ ഭയങ്കരമായിട്ട് വീക്കാവും. നിങ്ങൾക്ക് ക്ലാസ് റൂംസിൽ ഇരുന്ന് ക്ലാസ്സുകൾ കേൾക്കാൻ പറ്റില്ല, നിങ്ങൾ തളർന്ന് വീഴാൻ തുടങ്ങും, അല്ലെങ്കിൽ നിങ്ങൾ ഉറങ്ങിപ്പോകും, ക്ലാസ്സിൽ ഉറങ്ങിപ്പോകും, ശ്രദ്ധ തെറ്റിപ്പോകും. ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അഡിക്വേറ്റ് ആയിട്ടുള്ള റെസ്റ്റ് നിങ്ങളെ ബോഡിക്കും മൈൻഡിനും ആവശ്യമാണ്. അതുകൊണ്ട് ഉറങ്ങുക എന്നുള്ളത് ഇമ്പോർട്ടൻറ്റ് കാര്യമാണെന്ന് മനസ്സിലാക്കുക. ഇനി രണ്ടാമത്തെ കാര്യം, ഭക്ഷണത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ. ഭക്ഷണത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും കുറേ കുട്ടികൾ ചെയ്യുന്നത്, ഇപ്പം ചിലപ്പോൾ പുറത്തു നിന്ന് ഭക്ഷണം കഴിക്കാം. ഈ പുറത്തു നിന്നൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ സംഭവിക്കാൻ സാധ്യതയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് പോയ്സണിങ് അടിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ തണുത്ത ആഹാരങ്ങൾ കഴിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ അൺഹൈജീനിക് ആയിട്ടുള്ള വെള്ളം വാങ്ങി കുടിക്കുന്നു. ഇങ്ങനെയൊക്കെ നമുക്ക് ഓരോ പ്രാവശ്യവും നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് എന്തെങ്കിലും ഡിസീസസ് വന്നുകൊണ്ടിരുന്നാൽ അതിലൊക്കെ നമ്മുടെ ക്ലാസ്സസ് കട്ടാവും. നമ്മൾ ലീവ് എടുക്കാൻ തുടങ്ങും. നമ്മൾ ആ ദിവസമൊക്കെ പോയിട്ട് നമ്മൾ റെസ്റ്റ് എടുക്കേണ്ടി വരും. നമുക്ക് വയ്യാണ്ടാവുന്നതിനനുസരിച്ച് നമുക്ക് പഠിക്കാൻ പറ്റാവുന്നതാണ്. ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ അതിൽ നിന്നും വരാം. അപ്പോൾ ഭക്ഷണവും നന്നായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ എക്സാമിനോട് അടുക്കുമ്പോൾ നമ്മൾ ഭക്ഷണത്തിൻ്റെ ക്രമീകരണത്തിൽ മാറ്റം വരുത്തും. ചില കുട്ടികൾ ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമോട് അടുക്കുമ്പോഴത്തേക്കും കംപ്ലീറ്റ്ലി വെജിറ്റേറിയൻ ഡയറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുക. അത്രയും ദിവസം നോൺ വെജിറ്റേറിയൻ ഒക്കെ കഴിച്ചുകൊണ്ടിരുന്ന ആൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എന്തിലേക്ക് മാറുന്നു, ഈ പറയുന്ന വെജിറ്റേറിയൻ ഡയറ്റിലേക്ക് മാറുന്നു. ദാറ്റ് ഓൾസോ മേക്സ് യു വീക്ക്. അപ്പം ഇതിലൊന്നും വലിയ ചേഞ്ചസ് വരുത്താതിരിക്കുക. എന്താണോ നിങ്ങൾ നോർമലി ചെയ്യുക അത് തന്നെ ചെയ്തുകൊണ്ടേയിരിക്കുക. എന്ത് അസുഖം വന്നാലും അതിനെ പെട്ടെന്ന് അഡ്രസ്സ് ചെയ്യുക, അതിനെ പെട്ടെന്ന് ട്രീറ്റ് ചെയ്യുക, അതിനെ പെട്ടെന്ന് ക്യൂർ ചെയ്യുക. ഫോർ ദിസ് ഇയർ, ഈ ഒരു വർഷത്തേക്ക് നിങ്ങൾ അസുഖങ്ങളെ കണ്ടില്ല എന്ന് നടിക്കരുത്. അത് ഒരുപാട് സമയം നിങ്ങളത് കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇതാണ് നമ്മളുടെ ഹെൽത്തി റുട്ടീനെ പറ്റിയിട്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. ഇത് ഫോളോ ചെയ്യുക. നെക്സ്റ്റ് പോയിന്റുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ സ്റ്റേ ട്യൂൺഡ്.